പത്മജ വേണുഗോപാൽ പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ട്. ബി.ജെ.പി ക്യാമ്പിലേക്ക് എത്തിയതിനു ശേഷമുള്ള ആദ്യമുള്ള ശരണ്യക്കൊപ്പം പത്മജ. എന്താണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷ? എന്താണ് ബി.ജെ.പിയിലേക്ക് കടന്നു വന്നിട്ടേ ഉള്ളൂ, ആ സംഘടനാ സംവിധാനം മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ, എത്രമാത്രം പ്രതീക്ഷയുണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്? ഞാൻ ബി.ജെ.പിനെ എല്ലാ പാർട്ടികളെയും പറ്റി പഠിക്കുന്ന ആളാണ്. ഞാൻ ബി.ജെ.പിനെ പറ്റിയും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇതിലേക്ക് വന്നത്. ഇപ്രാവശ്യം ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ബി.ജെ.പി അക്കൗണ്ട് ഇവിടെ തുറന്നിരിക്കും. അത്രമാത്രം ഒരു കോൺഫിഡൻസ് എന്തിൽ നിന്നാണ്? എനിക്ക് തൃശ്ശൂർ അറിയാലോ, തൃശ്ശൂർ എനിക്ക് മുഴുവൻ അറിയാം. ബാക്കിയുള്ള സ്ഥലത്തേക്കല്ല. എനിക്ക് തൃശ്ശൂർ ഞാൻ ഉറപ്പ് പറയാം. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പഠിച്ചു വരുന്നേ ഉള്ളൂ. എന്നാലും എനിക്ക് തോന്നുന്നു ഒരു 2-3 എണ്ണം എന്തായാലും കിട്ടും. പ്രാവശ്യം 4ഓളം സീറ്റുകൾ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ പ്രതീക്ഷ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് വിട്ടുപോയ ഘട്ടത്തിലൊക്കെ തന്നെയും ഉയർന്നു വന്ന പല ആക്ഷേപങ്ങളുമുണ്ട്. ഒരു വ്യക്തി രാഷ്ട്രീയം വിട്ടതിനപ്പുറത്തേക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ വ്യക്തിഹത്യ ചെയ്യപ്പെടുന്നതൊക്കെ തോന്നിയിരുന്നു. അത്തരമൊരു കേന്ദ്രം, അത് കോൺഗ്രസിൽ നിന്ന് അത്തരമൊരു അഭിപ്രായം ഉണ്ടായപ്പോൾ കൂടുതൽ സംരക്ഷണമൊന്നും ഉണ്ടായില്ല. ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു ഇടമാണ് ബി.ജെ.പി അല്ലെങ്കിൽ എൻ.ഡി.എ എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാനത് കണ്ടിട്ട് തന്നെയാണ്. വനിതകളോടും യുവാക്കളോടും അവർ കാണിക്കുന്ന ഒരു പരിഗണന അത് ഒരു പാർട്ടിയിലും കിട്ടില്ല. ഞങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയിൽ ഒട്ടും കിട്ടില്ല. തൃശ്ശൂർ പ്രചരണത്തിന് ഇറങ്ങും? പാർട്ടി പറഞ്ഞാൽ ഇറങ്ങും. തീർച്ചയായിട്ടും പാർട്ടി പറഞ്ഞാൽ ഇറങ്ങും. തൃശ്ശൂർ എന്താണ് ഒരു ഹോപ്പ്? എന്താണ്? നല്ല മത്സരം നടക്കുന്ന ഒരു ഇടമാണ്. തീർച്ചയായിട്ടും. പിന്നെ സുരേഷ് ഗോപിനെ പറ്റി നല്ല അഭിപ്രായമാണ് ആൾക്കാർക്ക്. അദ്ദേഹം കുറേ കാലം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അത് കൂടാണ്ട് അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഇടയിലേക്ക് അത്തരത്തിൽ അവരുടെ ഒരു ആശ്രയമായി അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതീകമായി ബി.ജെ.പിക്ക് വേണ്ടി തൃശ്ശൂർ പ്രചരണത്തിന് പത്മജ വേണുഗോപാൽ ഇറങ്ങുമെന്ന് തന്നെ പ്രതീക്ഷയില്ല. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കഷ്ടപ്പെടുന്ന ജനങ്ങൾക്കും വേണ്ടി അതിനുവേണ്ടിയാണ് ഞാൻ ശരിക്കും പാർട്ടിയിലെത്തിയത്. അതായത് മോദിജി എന്ന വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഒരു ലീഡറിലുള്ള എനിക്ക് വിശ്വാസം കൊണ്ട് കോൺഗ്രസിൽ ഇപ്പം നേതൃത്വമില്ല. ആരെ കാണണം എന്നറിയില്ല, ആരോട് സംസാരിക്കണം എന്നറിയില്ല. പാർട്ടി ബി.ജെ.പി അവിടെ ഇറങ്ങരുത് എന്നുള്ള അല്ലെങ്കിൽ ആ രീതിയിൽ പ്രചരണത്തിൽ ഇറങ്ങുന്നുള്ള ഒരു രീതിയിൽ വാർത്തകളൊക്കെ അവിടെ ഏതോ ഒരു LDF-ന്റെ ലേഖകൻ കോൺഗ്രസുകാരുടെ അവരെ സ്വാധീനിച്ച് എഴുതിപ്പിച്ചത്. അതിൽ വേറെ കാര്യമൊന്നുമില്ല. എന്നാൽ പ്രചരണത്തിനുണ്ടാവും അല്ലേ? അതാണ് പത്മജ വേണുഗോപാൽ വ്യക്തമാക്കുന്നത്. അതായത് അത്തരം വാർത്തകൾ, അതായത് പ്രചരണത്തിന് ഇറങ്ങരുതെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ തെറ്റാണ് എന്നുള്ളതാണ് പത്മജ പറയുന്നത്. ഒപ്പം തന്നെ ഈ പാർട്ടി ആവശ്യപ്പെട്ടാൽ താൻ അവിടെ പ്രചരണത്തിന് ഇറങ്ങും. തീർച്ചയായും സ്ത്രീകൾക്കും മറ്റു ആളുകൾക്കും വേണ്ടി അവിടെ എൻ.ഡി.എയുടെ ഭാഗമായി ബി.ജെ.പിയുടെ ഭാഗമായി പ്രചരണത്തിന് ഇറങ്ങും എന്നുള്ളതാണ് പത്മജ വേണുഗോപാൽ നമ്മളോട് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. യെസ്, അതാണ് ശരണ്യ പറഞ്ഞത്. ശരണ്യ, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പത്മജ വേണുഗോപാലിന് പാർട്ടി വിലക്കുണ്ട്. ബി.ജെ.പി വിലക്കിയിരിക്കുന്നു. തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്യരുത്, തൃശ്ശൂരിൽ പ്രചരണത്തിന് വേണ്ട എന്നതാണ് ബി.ജെ.പിയുടെ തീരുമാനമായി വന്ന വാർത്ത. പക്ഷേ അത് പത്മജ തള്ളുന്നു. താൻ പ്രചരണ രംഗത്തുണ്ടാകും, പാർട്ടി ആവശ്യപ്പെട്ടാൽ പ്രചരണത്തിന് ഇറങ്ങും. പാർട്ടി വിലക്കി എന്ന വാർത്ത വസ്തുതാ വിരുദ്ധമെന്നതാണ് പത്മജയുടെ വാക്കുകൾ. അതാണ് നമ്മൾ അല്പസമയം മുമ്പ്